Morning students. അടുത്ത question ഇതാണ്. Solve the reference relation an equal to 3an minus 1 a naught is equal to 2 by using generative function. Generative function ഉപയോഗിച്ച് ഈ reference relation solve ചെയ്ത് ഇത് an കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താണ് ചെയ്യുക? തന്നിരിക്കുന്ന generative reference relation എന്ന് പറഞ്ഞാൽ എന്താണ്? an is equal to 3an minus 1. നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യണം. ഈ ഇക്വേഷൻ 1 ആണെങ്കിൽ ഇക്വേഷനെ x raised to n കൊണ്ട് മൾട്ടിപ്ലൈ ഈ ഇക്വേഷനെ ലെഫ്റ്റിലും റൈറ്റിലും x raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? an x raised to n is equal to 3 into an minus 1 x raised to n. അതിനുശേഷം നമ്മൾ എന്ത് എടുക്കണം? സിഗ്മ നൊട്ടേഷൻ എടുക്കണം. സിഗ്മ ഇവിടെ n minus 1 ആയതിന്റെ പേരിൽ n is equal to 1 to infinity. n equal to 1 to infinity. an x raised to n is equal to 3 into sigma n equal to 1 to infinity an minus 1 x raised to n. ലെഫ്റ്റിലും റൈറ്റിലും സിഗ്മ എടുത്തു. സിഗ്മ എടുക്കുമ്പോൾ n സ്റ്റാർട്ട് ചെയ്യുന്നത് n is equal to 1 ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ n minus 1 ആണ്. n minus 1 ആയതുകൊണ്ട് നമ്മൾ n ലോവസ്റ്റ് സബ്സ്ക്രിപ്റ്റ് n minus 1 ആണ്. അപ്പോൾ n equal to 1 കൊടുക്കുക. n equal to 1 to infinity an x raised to n. Right answer 3 into n equal to 1 to infinity an minus 1 x raised to n. ഇനി അത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? n equal to 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടും? a1x. n ന് 1 കൊടുക്കുമ്പോൾ a1x. അടുത്ത ടേം എന്താണ്? n ന് 2 കൊടുക്കുമ്പോഴോ a2x സ്ക്വയർ. അടുത്ത ടേം എന്താണ്? a3x ക്യൂബ് പ്ലസ് എക്സെട്രാ. റൈറ്റ് ആൻസർ എന്താണ്? 3 into n ന് 1 കൊടുക്കുമ്പോൾ a0 അല്ലേ? a0 ഇവിടെ n ന് 1 കൊടുക്കുമ്പോൾ a0x എന്ന് വരും. അടുത്ത ടേം എന്താ കിട്ടുന്നത്? n ന് 1 കൊടുക്കുമ്പോൾ 2 കൊടുക്കുമ്പോൾ a1x സ്ക്വയർ. അടുത്ത എന്താണ്? a2x ക്യൂബ് പ്ലസ് x. ഇവിടെ n ന് നമ്മൾ 1 കൊടുക്കുമ്പോൾ a1 minus 1 a0 into x. n ന് 2 കൊടുക്കുമ്പോൾ 2 minus 1 അപ്പോൾ a1x സ്ക്വയർ. n ന് 3 കൊടുക്കുമ്പോൾ 3 minus a2x cube etc. ഇനി g of x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണത്? a0 plus a1x plus a2x square plus a3x cube plus etc. ആണ് g of x എന്ന് പറയുന്ന ജനറേറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് a1x plus a2x square plus a3x cube അങ്ങനെ വരുമ്പോ ഈ a0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് വരുന്നത് g of x minus a0 ആണ്. അതായത് g of x ൽ നിന്ന് നമ്മൾ a0 കുറച്ചാൽ a0 ഇങ്ങോട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? a1x plus a2x square plus a3x cube. അപ്പോൾ a1x plus a2x square plus a3x cube ന് പകരം എന്ത് എഴുതാം? g of x minus a0 എഴുതാം. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയേ 3 into റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇവിടെ a0x plus a1x square plus a2x cube ആണ്. ഞാൻ അതിൽ നിന്ന് ഒരു x അങ്ങോട്ട് പുറത്തെടുക്കുന്നു. x പുറത്തെടുത്താൽ ഇവിടെ എന്ത് കിട്ടും? a0 plus a1x plus a2x square plus etc. എന്ന് പറഞ്ഞാൽ എന്താണ്? g of x minus a0 is equal to 3 into x into ഇതിനെ പോലെ എന്ത് എഴുതാം? g of x. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷനെ നമ്മൾ g of x ലേക്ക് ജനറേറ്റീവ് ഫംഗ്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? a0 ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണത്? g of x is minus 2. 2 ആണ് a0 ന്റെ വാല്യൂ. g of x minus 2 equal to 3 into x into g of x. ഈ 3x g of x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ g of x minus 3x g of x ഈ 2 അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ആരെ പുറത്തെടുക്കാം? g of x പുറത്തെടുത്താൽ 1 minus 3x into g of x is equal to 2 എന്ന് വരും. g of x ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 2 by 1 minus 3x. g of x is equal to 2 by 1 minus 3x. ഇനി 2 by 1 minus 3x നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2 into 1 minus 3x whole raised to minus 1, that is 2 into 1 minus 3x whole raised to minus 1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 plus 3x plus 3x whole square plus etc. എന്ന് പറഞ്ഞാൽ g of x is equal to
2 into the sigma notation എഴുതുമ്പോൾ sigma n equal to 0 to infinity sigma n equal to 0 to infinity 3 raised to n x raised to n എന്ന് എഴുതാം 3 raised to n x raised to n നോക്കിയേ n equal to 0 കൊടുത്താൽ ആദ്യത്തെ ടൈം എന്താ കിട്ടണേ 1 കിട്ടും n equal to 1 കൊടുത്താൽ എന്താ കിട്ടണേ 3x കിട്ടും n equal to 2 കൊടുത്താൽ എന്താ കിട്ടണേ 3x whole square കിട്ടും അപ്പോൾ നമുക്ക് ഈ g of x എന്ന് പറഞ്ഞാൽ എന്താണ് sigma n equal to 0 to infinity an x raised to n ആണ് ഇവിടെ നമുക്ക് 2 into sigma n equal to 0 to infinity 3 raised to n x raised to n നീ comparing the coefficients of an ഇവിടെ നിന്നുള്ള an അവിടെ നിന്നുള്ള an കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും an is equal to 2 into 3 raised to n an is equal to 2 into 3 raised to n ഇതാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും an is equal to 2 into 3 raised to n എന്ന് കിട്ടും അപ്പോൾ an ന്റെ വാല്യൂ നമുക്ക് കിട്ടി ഇവിടെ നമുക്ക് 2/1 minus 3x അതായത് 1/1 minus 3x ന്റെ റിസൾട്ട് 1/1 minus 3x ആണെങ്കിൽ 1/1 minus 3x ആണെങ്കിൽ നമുക്ക് ഇവിടെ a എന്നുള്ളത് 3 raised to n എന്നുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പാൻഷന്റെ ആവശ്യമില്ല ആ എക്സ്പാൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് 2 into 3 raised to n എന്ന് എഴുതാം കേട്ടോ 1/1 minus 3x ആണെങ്കിൽ 3 raised to n 1/1 minus 2x ആണെങ്കിൽ 2 raised to n 1/1 minus x ആണെങ്കിൽ 1 raised to n 1/1 minus 4x ആണെങ്കിലോ 4 raised to n 1/1 plus 4x ആണെങ്കിലോ minus 4 raised to n അപ്പൊ നമുക്ക് ആ ഫോർമുല പഠിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല ഫോർമുല അറിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും എഴുതി കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a ന്റെ വാല്യൂ എന്ത് കിട്ടും 2 into 3 raised to n അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷൻ ജനറേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്തെടുത്തു ജനറേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ആ ജനറേറ്റീവ് ഫംഗ്ഷനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്തത് അപ്പൊ ആദ്യം എന്ത് ചെയ്തു തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷനെ x raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ലെഫ്റ്റിലും റൈറ്റിലും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു x raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അങ്ങനെ ലെഫ്റ്റിൽ റൈറ്റിൽ x raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ലോവസ്റ്റ് സബ്സ്ക്രിപ്റ്റ് n - 1 ആണ് അതുകൊണ്ട് n equal to 1 to infinity കൊടുത്തു ബോത്ത് സൈഡിൽ n equal to 1 to infinity കൊടുത്തു അതിനുശേഷം അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോ ലെഫ്റ്റിൽ നമുക്ക് എന്താ കിട്ടിയേ a1x plus a2x square plus a3x cube plus etc എന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഈ 3 into a0x plus a1x square plus a2x cube plus etc എന്ന് ഈ ലെഫ്റ്റിൽ കിട്ടിയത് നോക്കിയേ ലെഫ്റ്റിൽ കിട്ടിയത് നമ്മൾ a1x plus a2x square plus a3x cube എന്നുള്ളത് നമ്മുടെ g of x എന്താണ് a0 plus a1x plus a2x square plus a3x cube ആണ് അതിൽ ആരാണ് കുറവുള്ളത് a0 ആണ് ഇവിടെ കുറവുള്ളത് അപ്പൊ a0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഈ a1x plus a2x square plus a3x cube ന് പകരം എന്ത് എഴുതാം g of x minus a0 എന്ന് എഴുതാം അപ്പൊ ഈ ഒരു സീക്വൻസിനെ നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷനിലേക്ക് കൺവെർട്ട് ചെയ്തു g of x minus a0 ലോട്ട് കൺവെർട്ട് ചെയ്തു 3 into ഇവിടെ നോക്കിയേ a0x plus a1x square plus a2x cube ആണ് ഇതിൽ നിന്ന് ഒരു ആവശ്യമില്ലാത്ത x ഞാൻ പുറത്തെടുത്തു x നെ പുറത്തെടുത്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത് a0 plus a1x plus a2x square അതെന്താണ് നമ്മുടെ g of x ആണ് നമ്മുടെ g of x ജനറേറ്റീവ് ഫംഗ്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത് g of x എന്ന് പറഞ്ഞാൽ എന്താണ് a0 plus a1x plus a2x square ആണ് അപ്പൊ ഇതിൽ നിന്ന് ഒരു x പുറത്തെടുത്തപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് എഴുതാം g of x എന്ന് എഴുതാം അപ്പൊ g of x minus a0 into 3 into x into g of x അപ്പൊ തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷനെ നമ്മൾ g of x ലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്തു a0 ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് g of x minus 2 equal to 3x into g of x ഈ -2 നെ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു 2 എന്ന് കിട്ടു ഈ 3x gx നെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ 1 minus 3x into g of x എന്ന് എഴുതി that is equal to 2 g of x എന്ന് പറഞ്ഞാൽ എന്താണ് 2/1 minus 3x ഈ 2/1 minus 3x എന്ന് പറഞ്ഞാൽ 1/1 minus 3x ന്റെ ആൻസർ 3 raised to n എന്നുണ്ട് അത് ഓർത്ത് വെക്കാണെങ്കിൽ നമുക്ക് നേരിട്ട് an എന്നുള്ളത് 2 into 3 raised to n എന്ന് എഴുതാം ഇനി ആ ഫോർമുല അറിയില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യണം ഇത് എക്സ്പാൻഡ് ചെയ്യാം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 plus 3x plus 3x whole square etc എന്ന് കിട്ടും അതിനെ നമുക്ക് സിഗ്മ n equal to 0 to infinity 3 raised to n x raised to n എന്ന് എഴുതാം ഇവിടെ g of x എന്നുള്ളത് n equal to 0 to infinity a n x raised to n എന്ന് എഴുതാം രണ്ട് വശത്തും a കമ്പയർ ചെയ്യുമ്പോൾ a ന്റെ വാല്യൂ എന്ത് കിട്ടും 2 into 3 raised to n ഇങ്ങനെയാണ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യുന്ന പ്രൊസീജിയർ കേട്ടോ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ ഓക്കേ ശരി